ഞാൻ ആലോചിക്കുമായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന കേസ് വന്നപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ രാഹുലിനെ എതിർത്തത് PJ കുര്യനായിരുന്നു. എന്നാൽ അതേ PJ കുര്യൻ തന്നെയാണ് ഇപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. പാർട്ടി രാഹുലിൻ്റെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ രാഹുലിന് വീണ്ടും മത്സരിക്കാമെന്നാണ് PJ കുര്യൻ പറയുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം, ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന്. ഒരേ കേസിൽ പെട്ടതായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടം ഒരു പീഡന കേസിൽ പെട്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും കോൺഗ്രസ് പറയും പോലെ ഒരിക്കലും ഒരു സ്ഥാനം കൊടുക്കാൻ നിർവാഹമില്ല. കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, മീൻസ് അതൊന്ന് പ്രൂവ് ആക്കിയിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്രയും വിവാദങ്ങൾ വന്നല്ലോ, അത് തെളിയിക്കണം ഇല്ലെന്നുള്ളത്. തെളിയിച്ചു കഴിഞ്ഞാൽ വീണ്ടും മത്സരിക്കുന്നതിന് അവസരം കൊടുക്കുക. പാർട്ടിക്കാർ ഫുള്ള് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു പെൺവിഷയമല്ലേ ഇത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ അവർക്കൊരു നീതി വേണ്ടേ? തൽക്കാല ജാമ്യമല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇലക്ഷൻ നിൽക്കാൻ പാടുള്ളൂ. എന്നാലേ ജനം അക്സെപ്റ്റ് ചെയ്യും. പുള്ളിയെ വെറുതെ വിജയിപ്പിക്കുന്നത് എത്ര പോരാ. കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരുപാട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ടും, സപ്പോർട്ട് ചെയ്യാത്തവരായിരിക്കും കൂടുതലായിട്ടുള്ളത്. അങ്ങനത്തുള്ള വ്യക്തികളെയൊന്നും നമ്മൾ ഇങ്ങനെയുള്ള പാർട്ടികളിലൊന്നും ചേർക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരാളെ ഒരു ജനപ്രതിനിധിയായിട്ട് നിർത്താൻ താല്പര്യപ്പെടുന്നില്ല. ഒരിക്കലും അർഹനല്ലെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അർഹനല്ല എന്ന് പറയുന്നത്? ഒരു മാതൃകാപരമായ ഒരു സമീപനം അല്ലല്ലോ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിപ്പോ ഷാഫി പറമ്പിൽ ഓൾറെഡി പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിനർത്ഥം കോൺഗ്രസിന്റെ സപ്പോർട്ട് ഇല്ലെന്നാണ്. കോൺഗ്രസ് തിരിച്ചു വിളിച്ചിട്ട് അവരുടെ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ പുള്ളിക്ക് മത്സരിക്കാം. പക്ഷെ എന്നാൽ തന്നെയും പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി മാറി നിന്ന് സ്വയം ബോധ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ പുള്ളി വീണ്ടും മത്സരിക്കണം എന്ന് പറഞ്ഞ് വരാൻ നേരത്ത് അതിനെ എതിർക്കാനായിട്ട് കോൺഗ്രസിന് ശക്തി ഉണ്ടെങ്കിൽ അവർ എതിർക്കട്ടെ, അതല്ലെങ്കിൽ വേറൊരു സ്ഥാനാർത്ഥിനെ കൊണ്ടുവരണം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ആ കേസ് മുഴുവൻ കഴിഞ്ഞ് ഞാൻ കുറ്റാരോപിതനല്ല, ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചതിന് ശേഷം വീണ്ടും വന്ന് മത്സരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സപ്പോർട്ട് ഉണ്ടാവും. മത്സരിപ്പിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു വ്യക്തിയെ ഇനി പബ്ലിക്കിൽ ഇറക്കുന്നതിനോട് എനിക്ക് എതിർപ്പാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പുള്ളിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്ര നാള് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ ആൾക്കൊരു സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇലക്ഷൻ വരുന്നത് കാരണം പുള്ളിയെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും പുള്ളിക്ക് ഉണ്ടാവും.